ഹലോ ഗൈസ്, വെൽക്കം വണക്കം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒഫീഷ്യലായിട്ടുള്ള എന്താ പറയുക പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർ തീർച്ചയായിട്ടും പോയി ഏഷ്യാനെറ്റിൻ്റെ അകത്ത് വന്ന പ്രൊമോ കാണുക. അടുത്ത മാസം തുടങ്ങാൻ വേണ്ടിയിരിക്കുന്ന ബിഗ് ബോസ് 7. അപ്പോൾ ആ 7-ുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ബിഗ് ബോസ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഇത്രയും നാളത്തെ ഈ റിവ്യൂസൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഓരോ സീസണിലും ഒരാളെ ഇങ്ങനെ മൂട് പിടിച്ച് മറ്റ് ചില ആൾക്കാരെ ഇങ്ങനെ ടാർണിഷ് ചെയ്ത് ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം വാദിച്ച് ചില ആൾക്കാരെ അങ്ങോട്ട് താറടിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം ആണ് പലർക്കും ഉള്ളൊരു വിമർശനം. അത് സ്വാഭാവികമായിട്ടും ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും. മൂപ്പൻ മറ്റവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ തെറി അഭിഷേകമായിട്ടൊക്കെ വരും. എന്ത് തന്നെയായിരുന്നല്ലോ നല്ല ആരോഗ്യപരമായിട്ട് ഓരോ സീസൺ കടന്നു പോകുന്ന സമയത്തും അതിൻ്റേതായിട്ടുള്ള ഫാൻ ഫൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള ഫാൻസ് അല്ലെങ്കിൽ ഫാനിസം അതിൻ്റെ ഓപ്പോസിറ്റ് സംസാരിച്ചതിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം കുറേ ആൾക്കാർക്കെങ്കിലും ബിഗ് ബോസ് കടന്നു പോകുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ആളെയും പിന്നീട് വെറുക്കുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ട് സീസൺ ഇത്രയും കടന്നു പോയെങ്കിലും വളരെ തുച്ഛമായ കുറച്ച് ആൾക്കാർ മാത്രമാണ് മനസ്സിൻ്റെ അകത്ത് പലർക്കും ഉള്ളത്. ഇനി എൻ്റെ എക്സ്പെക്റ്റേഷൻ പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടാകുന്ന സമയത്ത് കഴിഞ്ഞ സീസണിന് വിഭിന്നമായിട്ട് ഈ സീസണിൻ്റെ അകത്ത് എന്തായിരിക്കും നടക്കാൻ വേണ്ടിയിട്ട് പോവുക. പലരും പറയുന്നുണ്ട് കഴിഞ്ഞ സീസൺ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് പല കാര്യങ്ങളൊക്കെ വന്നതോടി ഇതിനകത്ത് നമുക്ക് കുറേ അധികം കാസ്റ്റിംഗ് കൗച്ചും മറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ വിളവ് തിന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുറച്ച് നാളിന് മുമ്പ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കൾപ്രിറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ബിഗ് ബോസിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഇതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഈ വിളവ് തിന്നുന്ന ചില ആൾക്കാർ അവർ ചില പക്ഷപാതപരമായിട്ടുള്ള കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി വ്യക്തികേന്ദ്രീകൃതമായിട്ട് നമ്മളൊക്കെ സ്ഥിരം സംസാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും. ചില ആൾക്കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു, ചില ആൾക്കാരെ മാത്രം മുമ്പോട്ട് ഫോക്കസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സാധനത്തിനൊക്കെ അഴിച്ചുപണി നടന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട അതിനകത്ത് വിവാദത്തിൻ്റെ അകത്ത് ആരോപണം ഉയർന്നിട്ടുള്ള ഒരു 3-4 പേരെ ഓൾറെഡി അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇനി എൻ്റെ മോഷൻ ഗ്രൂപ്പിൻ്റെ അകത്ത് ബാനർജി ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് ആരൊക്കെയാണ് ഇതിനകത്ത് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് ആരാണ് വരുന്നതെന്നുള്ള കാര്യമൊക്കെയാണ്. അതായത് ഇതിൻ്റെ ഷോ ഡയറക്ടർ ആരാണ്, അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തുടങ്ങട്ടെ, എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ തുടങ്ങട്ടെ. ഞാനിപ്പോഴും പറയുന്നു, ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂ ചെയ്യാനുള്ളൊരു താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ, സീരിയസ്ലി അല്ല. പിന്നെ ഇതെന്തുകൊണ്ട് ഇടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന ഈ പ്രൊമോ വീഡിയോ വന്നെന്നുള്ള കാര്യത്തിൽ ഞാൻ അറിഞ്ഞതല്ല. പ്രൊമോ വീഡിയോ വന്നു, മറ്റേതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാളുകൊണ്ട് തന്നെ പലരും നമ്മളെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ഒരുപാടുണ്ടല്ലോ, അവർ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. ഇത്രയും നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഞാൻ എൻ്റെ മൂപ്പൻസ് വ്ലോഗിൻ്റെ അകത്താണ് ഇട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ഒരു ചാനലിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പം മുൻകാലങ്ങളിൽ നിങ്ങൾ ചില മുൻവിധിയോടുകൂടി ഒന്നും കാണണ്ട. ഞാൻ വീഡിയോ ചെയ്യുമോ ചെയ്യത്തില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഇനിയുള്ള ദിവസങ്ങളിലുള്ള താല്പര്യം പോലെ ഇരിക്കും. ചില കണ്ടസ്റ്റൻസുകളൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആൾക്കാരൊക്കെ അവിടെ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ തീരെ താല്പര്യമില്ല. കാരണം എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു പോക്കെന്നുള്ള കാര്യമൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിധി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരു മുൻവിധിയോടുകൂടി ഞാനും ചെയ്യാൻ നിൽക്കത്തില്ല. അതർവൈസ് നല്ല വ്യക്തമായിട്ടുള്ള അഥവാ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രൂവിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ സീസൺ 4 കടത്തി വെട്ടുന്നൊരു സീസൺ. അതായത് നമുക്ക് അറിയാം എന്തൊക്കെ തന്നെ പറഞ്ഞാലും എത്ര വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും സീസൺ 4 സീസൺ 4 അത് ഉണ്ടാക്കിയ ഓളമൊന്നും മറ്റൊരു സീസണൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് തന്നെയാണ് അതൊരു പ്രൈം അവരുടെ ഒരു അസറ്റ് തന്നെയാണ് മലയാളത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 4. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്, ഓരോരുത്തരുടെ പേരുകളെടുത്ത് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആരൊക്കെയാണെന്നുള്ളത്. സോ അതിനകത്ത് ഇനിയിപ്പോൾ പേരുകളെടുത്ത് പറഞ്ഞാൽ ഇനി അത് വെച്ചിട്ട് വിമർശനവും തെറിവിളികളൊക്കെ കമൻറ്റ് ബോക്സ് വേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ പറയാത്തത്. പിന്നെ നമ്മൾ കുറേയധികം ആൾക്കാരുമായിട്ട് ഇണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാലങ്ങൾ. അതുപോലെ തന്നെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ് ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് ആ സീസൺ 6 കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ വീഡിയോ പോലും ചെയ്തിട്ടില്ല. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല, ബിഗ് ബോസ് സീസൺ കഴിഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യും. സോ കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞിരുന്നു BB കഴിഞ്ഞാൽ നമ്മളതവിടെ നിർത്തും, അതിനുശേഷം പിന്നെ ഇല്ല. അടുത്ത ദിവസം മുതൽ ഒറ്റ വീഡിയോസ് പോലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞു, അതവിടെ വിട്ടു. അതുപോലെ തന്നെ അഥവാ ചെയ്യുമോ ചെയ്യത്തില്ല, ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ചെയ്യുന്നോ ചെയ്യത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞത് പലർക്കും നമ്മളെ താല്പര്യമേ ഇല്ല. കാരണം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരാളുടെ പക്ഷം പിടിച്ചുകൊണ്ട് അയാളുടെ PR ആയിട്ട് പൈസയും വാങ്ങിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയും.
അത് നമ്മളെ കാണുന്നവർക്കറിയാം, നമുക്ക് പ്രേക്ഷകർക്കറിയാം. നിങ്ങൾ പ്രേക്ഷകരാണല്ലോ വോട്ട് ചെയ്യുന്നത്. ഇപ്പം മാനിപ്പുലേഷൻസ് ഒന്നും വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം പ്രമുഖരായിട്ടുള്ള റിവ്യൂവേഴ്സ് ഉണ്ട്. ഞാനൊന്നും പ്രമുഖനല്ലല്ലോ. പ്രമുഖരായിട്ടുള്ള റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്മറേട്ടൻ, അതുപോലെ രാജേട്ടൻ, പിന്നെ കുറേ അധികം ആൾക്കാരുണ്ട്. പേരുകളെടുത്ത് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം പുതുതായിട്ടും ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ റിവ്യൂസൊക്കെ നിങ്ങൾ കാണുമായിരിക്കും. അപ്പം നിങ്ങൾ അവരെയൊക്കെ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ രേവതി, മല്ലു ടോക്സ് രേവതി, അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അത് ചെയ്യുക. അപ്പം എന്നെ അതിനകത്ത് വെട്ടിയിട്ടിരുന്നാൽ മതി. അതുകൊണ്ടാണ് മൂപ്പൻ വ്ളോഗ്സിൻ്റെ അകത്ത് മൂപ്പൻ മെയിൻ ചാനലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടും, അതിന് ഒരുപാട് ആൾക്കാർ കാണും. എന്നെ BB കാരണം സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഇടത്തില്ല. ഞാൻ അത് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യൂവർഷിപ്പും വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നും വേണ്ട. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സജീവമായിട്ടൊന്നും ഈ ബിഗ് ബോസിൻ്റെ 7ൻ്റെ അകത്ത് ഉണ്ടാകുമെന്നുള്ളതൊന്നും ചിലർക്കെങ്കിലും ധാരണയൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം പലർക്കെങ്കിലും നീരസം ഉണ്ടാവും, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിന് താല്പര്യക്കുറവ്. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നു, നമ്മളെ അഭിപ്രായം നിങ്ങൾ മാനിക്കണമെന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. പക്ഷേ ഈ PR-കൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനിയാണ് ഇത് തുടക്കം ഇട്ട സമയത്ത് തന്നെ ഇനിയിപ്പോൾ കയറാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അഥവാ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ സ്വാഭാവികമായിട്ടും പല ആൾക്കാരെയും കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. അവരുടെ വഴി ഇപ്പം ആരൊക്കെയാണ് മറ്റ് മത്സരാർത്ഥികളെന്നും അറിഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും BB തുടങ്ങുമ്പോഴേക്കും ഇന്ത്യൻ ആർമിയെക്കാട്ടിലും വലിയ ആർമികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ അറിയാം. അപ്പം ഈ സീസണിൻ്റെ അകത്ത് വിഭിന്നമല്ലാത്ത രീതിയിൽ ആർമി ഗ്രൂപ്പ്സുകളും മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, സീസൺ 4-നോട് കിടപിടിക്കുന്ന തരത്തിൽ മറ്റൊരു സീസണാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനകത്ത് നിന്ന് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന കുറച്ചധികം പേര് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല, ഞാനൊരു പ്രഡിഷൻ ലിസ്റ്റ് ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിടുന്നില്ല. നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കാര്യമില്ല, അതിൻ്റെ ഒരു രസം കളയുന്നില്ല, രസം കൊല്ലിയായിട്ട് മാറുന്നില്ല. അങ്ങനെ കുറേയധികം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത്രയും കാലമില്ലാത്ത രീതിയിൽ തന്നെ സ്വാഭാവികമായിട്ടും മറ്റേ പ്രൈസ് മണിയുടെ അകത്തും മറ്റുള്ള പല കാര്യങ്ങളുടെ അകത്തും ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പുറത്ത് PR-ൻ്റെ കളികൾ വളരെയധികം കൂടും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇത് നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യം നോക്കാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പോലും ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ഞാനത് പറയുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ എന്നെ കാണുന്ന ആൾക്കാർ എന്നോട് പറയുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നു. ലാലേട്ടനാണെങ്കിൽ അടിപൊളി ലുക്കിൽ ബുള്ളറ്റിലൊക്കെ വന്ന് ഇറങ്ങുന്നു. അതുപോലെ തന്നെ തുടരും സ്റ്റൈലുണ്ട്. അതുപോലെ തന്നെ എല്ല് തിരിച്ചിട്ട 7. അപ്പോൾ ആ ഒരു 7 എന്നുള്ള രീതിയിലും ലാലേട്ടന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സിനിമയുടെ ഒരു ഫ്രെയിം പോലത്തെ രീതിയിലുള്ള സാധനമാണ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്തതായിരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഒരു മുൻവിധിയൊന്നും ആരും വെക്കേണ്ട. അതുപോലെ മൂപ്പൻ ഇത്തവണ വന്നിട്ട് മൂപ്പൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറയും കേട്ടോ. അതിപ്പം എന്ത് തന്നെ സംഭവിച്ചെന്നാൽ ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സംസാരിക്കുമെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പറയുമ്പോൾ എൻ്റെ അഭിപ്രായമാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായമായിരിക്കും. അല്ലാതെ മറ്റൊരു തരത്തിൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഒരു മുൻവിധി നിങ്ങൾ വച്ചേക്കാവുന്നതെന്ന് വെച്ചാൽ ചില ആൾക്കാരോടുള്ള വിരോധം ആരോടാ? ഇപ്പോൾ BB കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി, ആരോട് വിരോധം? എന്ത് വിരോധം? ഒരു വിരോധവും ഇല്ല, ആരോടും വിരോധമില്ല. എന്നോടൊക്കെ ഇപ്പോഴും പല വിരോധമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും നമ്മളോട്ട് കോൺടാക്റ്റ് ഉള്ളവരാണ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല എന്നുള്ളതായിരുന്നു, നമ്മൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സീസൺ നമുക്കൊരു നല്ലൊരു സീസണായിട്ട് മാറട്ടെ എന്നുള്ളത് ആശംസിക്കാം. അടിപൊളി കണ്ടസ്റ്റൻസ് വരട്ടെ. സ്വാഭാവികമായിട്ടും ഫാൻ ഫൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അകത്തുണ്ടാവുന്നത് പുറത്തുണ്ടാവും, അകത്ത് അതുപോലത്തെ ഗെയിംസും നടക്കും. അങ്ങനെ എല്ലാം കൊണ്ട് ഇതൊരു ഗെയിമായിട്ട് തന്നെ മാറുള്ളൂ. ആ ഒരു 100 ദിവസം ഉണ്ടെങ്കിൽ ആ 100 ദിവസം മാത്രം നടക്കുന്ന ഗെയിം, ആ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവാലുവേഷനോ വിലയിരുത്തലുകളായിരിക്കും റിവ്യൂവേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുക. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു ഗെയിമർ എന്ന് തോന്നുന്ന ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. തുടക്കം മുതൽ 1ാമത്തെ സീസൺ മുതൽ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പലർക്കും പല ആൾക്കാരോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പൊതുജനത്തിൻ്റെ മുഴുവനുള്ളൊരു മൊത്തത്തിലൊരു സംഭവം ഉണ്ടാവുമല്ലോ, ആ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും വോട്ടിംഗ് നടക്കുക. എങ്കിലും ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടാണെങ്കിലും നമ്മുടെ ദിൽഷ മാത്രമാണ് ഒരു ലേഡി വിന്നറായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ സീസണിൽ ഒരു മാറ്റം വരട്ടെ, ഈ സീസണിലത്തെ ഒരു ലേഡി വിന്നറൊക്കെ വരട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ അഭിപ്രായം പറയുകയാണ്. പിന്നെ കഴിഞ്ഞൊരു വർഷം ഈ സീസൺ 6 കടന്നു പോയിട്ട് ഈ ഒരു വർഷം കൊണ്ട് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനെന്നുള്ള വ്യക്തിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അത് BBക്കകത്ത് അത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, BBയുടെ റിവ്യൂ ചെയ്ത സമയത്ത് എങ്ങനെയാവും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എങ്കിലും നിങ്ങൾ പ്രേക്ഷകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ചിലപ്പോൾ ചെയ്യുന്നെങ്കിൽ ശ്രമിക്കും.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ അസ്വസ്ഥതകളോ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്തത്, നിങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, മുൻകാലത്തെ സീസൺ വെച്ചിട്ടല്ല, നിങ്ങൾ അല്ലാതെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. മുൻകാലത്തുള്ള ഒരു കണ്ടസ്റ്റൻസിൻ്റെ പേരെടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും നീരസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുമോ നിങ്ങൾ ചെയ്യുക എന്നൊക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. നോക്കുമ്പോൾ ഇനി എന്തായാലും പ്രൊമോ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്ത് കമൻറ്റ് ബോക്സുകളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന പേരുകളിൽ പ്രധാനപ്പെട്ട പേര് എൻ്റെ പേര് കാണും, സമ്മർ മീഡിയയുടെ പേര് കാണും, രാജേട്ടൻ്റെ പേരുകൾ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറച്ച് പേരുടെ പേരുകളൊക്കെ എല്ലായിടത്തും കാണും. കാരണം അത് അങ്ങനെയാണ്, അതെല്ലാ സീസണും മുന്നോടിയായിട്ട്. സോ അതിലൊരു പ്രിവിലേജ് ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ ആ സംഭവം അങ്ങനെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ബിഗ് ബോസ് ഒക്കെ നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ. ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തായിരിക്കും വീഡിയോ ചെയ്യുക, അതർവൈസ് നമ്മുടെ ചെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ ബൈ.